22 വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടും അവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ലാത്രേ. തിരുവനന്തപുരത്ത് നിന്നാണ് എനിക്ക് കോള് വന്നത്. ഭാര്യയും ഭർത്താവും തന്നെയായിരുന്നു. അവർ കുറച്ചൊക്കെ ഫോണിലൂടെ കേട്ടു. ശേഷം ക്ലിനിക്കിൽ വരാൻ പറഞ്ഞു. വരുന്നതിന്റെ കുറച്ച് മുമ്പേ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ കൂടെ കുടുംബത്തിൽപ്പെട്ട കുറച്ച് പേരും കൂടെ ഉണ്ടാവും എന്ന്. ഞാൻ അവരുടെ പറഞ്ഞു വേണ്ട, നിങ്ങൾ ഒറ്റയ്ക്ക് വന്നാൽ മതി, ആരും കൂടെ വരരുത് എന്ന് പറഞ്ഞതുപോലെ അവർ ഒറ്റയ്ക്ക് യാത്ര തിരിച്ചു. 10 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവരുടെ ക്ലിനിക്കിലെത്തി. കൺസൾട്ടേഷൻ റൂമിൽ കയറിയ ശേഷം ഞാൻ അവരോട് ചോദിച്ചു എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന്. പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് ചെറുപുഞ്ചിരിയോടെ അവരെന്നോട് പറയാണ്, ഡോക്ടറെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ 70% ഇപ്പൊ സോൾവ് ആയിട്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതിനു വേണ്ടിയായിരുന്നു അവരോട് ഒറ്റയ്ക്ക് യാത്ര തിരിക്കാൻ പറഞ്ഞിരുന്നത്. 22 വർഷങ്ങൾക്കിടയിലെ ആദ്യമായിട്ടാത്രേ അവർ ഇത്ര ദൂരം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. ആദ്യമായിട്ടാണത്രേ അവർ ഇത്ര ആഴത്തിൽ സംസാരിക്കുന്നത്. ആദ്യമായിട്ടാണത്രേ അവർ ഇത്ര മനോഹരമായി പരസ്പരം മനസ്സിലാക്കുന്നത്. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം മദീനയിലെ ഒരു കുഞ്ഞു മുറിയിലെ ലോകം കണ്ട ഏറ്റവും വലിയ പ്രണയിതാവ് തന്റെ പ്രിയതമയ്ക്ക് നൽകിയ മനോഹരമായൊരു സമ്മാനം, അപാരമായ ക്ഷമയുടെ കേൾവിയുടെ സമ്മാനം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ തല ചായ്ച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടവൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പണ്ടെങ്ങോ ജീവിച്ചിരുന്ന 11 സ്ത്രീകളുടെ കഥ പറഞ്ഞു തുടങ്ങി. അവർ 11 പേരും തങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. പരിഭവങ്ങളും സ്നേഹങ്ങളും പരാതികളും അവരിങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരുന്നു. കൂട്ടത്തില് അവസാനത്തെ സ്ത്രീയായിരുന്നു ഉമ്മു സറാൾ. ഉമ്മു സറാൾ തന്റെ പ്രിയപ്പെട്ടവനായ അബൂ സറാൾ അവർക്ക് നൽകിയ സ്നേഹത്തിന്റെയും സമ്പത്തിന്റെയും ലാളനയുടെയും കഥ മനോഹരമായി വിശദീകരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴോ അവർ തമ്മിൽ പിരിഞ്ഞു. പിന്നീട് അവർ വിവാഹം കഴിച്ചുവെങ്കിലും ആ ഭർത്താവ് അവർക്ക് നൽകിയ സ്നേഹത്തെയും സമ്പത്തിനെയും ഒരുമിച്ച് കൂട്ടിയാലും അബൂ സറാൾ നൽകിയ സ്നേഹത്തോളം സമ്പത്തിനോളം വരികയില്ല എന്ന് അവർ വിശദീകരിക്കാം. ഈ കഥ മനോഹരമായി തന്റെ മടിയിൽ കിടന്ന് ദേവി വിശദീകരിച്ചു നൽകുമ്പോൾ വളരെ ക്ഷമയോടെ പ്രവാചകൻ മുഴുവനായി അത് കേട്ടു. ശേഷം പ്രിയപ്പെട്ടവരുടെ കണ്ണിലേക്ക് നോക്കി പ്രണയപുഞ്ചിരി ചുണ്ടിൽ വിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവളെ, ഉമ്മു സറയിന് അബൂ സറ എപ്രകാരമാണോ അതുപോലെയാണ് നിനക്ക് ഞാനും. പക്ഷേ അവർ പിരിഞ്ഞില്ലേ എന്റെ പ്രിയെ, ഞാൻ ഒരിക്കലും നിന്നെ പിരിയുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങൾക്കുള്ളിൽ വിള്ളലുകൾ വരാൻ കാരണം സ്നേഹരാഹിത്യം മാത്രമല്ല, അത് സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, പരസ്പരം തുറന്ന് സംസാരിക്കാത്തതുകൊണ്ടാ. പരിഭവങ്ങളും പരാതികളും തെറ്റിദ്ധാരണകളൊക്കെ ഉള്ളിലുണ്ടാവും. പക്ഷെ മൗനം കൊണ്ട് ഉണ്ടാകുന്ന അകലമില്ലേ, അത് വളരെ വലുതാണ്. പ്രയാസം തെറ്റിദ്ധാരണ ഉള്ളിൽ ഉണ്ടാവുമ്പോഴത്തിന് മൗനം പാലിക്കുകയോ ഫോണിൽ അഭയം തേടുകയോ അല്ല ചെയ്യേണ്ടത്. അതല്ല അതിന്റെ പരിഹാരം. അയാളുടെ അരികിലേക്കൊന്ന് ചേർന്നിരിക്കുക, ഹൃദയം തുറന്നു സംസാരിക്കുക. അബൂ സറായിന്റെ കഥ കേട്ടിരുന്ന പ്രവാചകരെ പോലെ പ്രിയപ്പെട്ടവരെ ഹൃദയം കൊണ്ട് കേൾക്കുക. അവിടെ പ്രശ്നങ്ങൾ അവസാനിക്കും, പ്രണയം മാത്രം ബാക്കിയാവും.